Hello dear students, welcome back to my chemistry class and here is your Asna ma'am. Now we are learning Kerala syllabus chemistry chapter 4 9th standard and the name of our chapter is periodic table. നമ്മളിപ്പോൾ periodic table എന്ന chapter ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് and in the last class we discussed about the noble gases. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ noble gases എന്താണെന്ന് നമ്മൾ പഠിച്ചു and today we are going to learn about a new topic. So let's get started. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്താണെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടിട്ടുള്ള ഇതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇവിടെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്തായിരുന്നു? ഫസ്റ്റ് 2 ഗ്രൂപ്പും 1, 2 ഗ്രൂപ്പും അതുപോലെ 13 to 18th ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റ്സിനെ നമ്മൾ പറഞ്ഞിരുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തതായിരുന്നു നോബിൾ ഗ്യാസസ് 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്താണെന്ന്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദം നമ്മൾ ഫസ്റ്റ് 2 ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് 3 to 12 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഫസ്റ്റ് 2 ഗ്രൂപ്പ് അതുപോലെ 13 to 18th ഗ്രൂപ്പ് ഇവരെല്ലാം മാറ്റി നിർത്തി ബാക്കി കാണുന്ന ഈ ഒരു ബ്ലോക്ക് കണ്ടോ, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12 ഇതെല്ലാം ഇങ്ങനെയാണല്ലോ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയാറ്. ഓക്കെ, സോ ഈ 3 to 12 ഗ്രൂപ്പ്സിലുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് കുറച്ചുകൂടെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എവിടെയാണ് ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എവിടെയായിരിക്കും ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഉള്ളത്? യെസ്, ഇതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. കണ്ടോ, ഇവിടെ ദ എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ്സ് 3 to 12 ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. കണ്ടോ, ഇത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പരിചിതമായ എലമെൻറ്റ്സ് ഉണ്ടോ, ഫെമിലിയർ ആയിട്ടുള്ളത്? യെസ്, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് ഗോൾഡ് കണ്ടോ, ഓരം, ഗോൾഡ്, AU നമുക്ക് അറിയുന്ന ഒരു എലമെൻ്റാണ്. അതുപോലെ മെർക്കുറി, ഹൈഡ്രോജനം, Hg, ദെൻ പ്ലാറ്റിനം, അയേൺ ഉണ്ട്, ദെൻ കൊബാൾട്ട്, ഫെറം, ഇറിഡിയം, ദെൻ കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, നിക്കലുണ്ട്, ദെൻ ക്രോമിയം ഉണ്ട്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് മെറ്റൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യെസ്, ഇനി ഇവിടെ പൊതുവെ നമ്മുടെ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടിരുന്നു ഈ ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം മെറ്റൽസ് ആണ്. കണ്ടോ, ഇവിടെ ഫസ്റ്റ് 2 ഗ്രൂപ്പുകളിൽ മെറ്റൽസ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൽ മെറ്റൽസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ മെറ്റലോയിഡ്സ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിലുണ്ട്, അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ട്. കണ്ടോ, ഇനി നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എടുത്ത് നോക്കാം. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എവിടെയുള്ളത്? ഈ 3 to 12 ഗ്രൂപ്പ്സിലുള്ള എലമെൻറ്റ്സിൽ മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും കാണുന്നുണ്ടോ? ഇല്ല, ഓൺലി മെറ്റൽസ് മാത്രമാണ് ഈ ഒരു ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ കാണുന്നത്. ആണല്ലോ, നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, സോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ മെറ്റൽസ്. നമ്മളൊരു പോയിന്റ് പഠിക്കുകയാണ്. ഇവിടെ നോക്കൂ, നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഇവിടെ ഏതൊക്കെ മെറ്റൽസാണ് ഉള്ളത് നമുക്കറിയുന്നത്? AU ഗോൾഡാണ്, അതൊരു മെറ്റലാണ് അല്ലേ, നമുക്കറിയാം. അതുപോലെ അയേൺ, Fe, ഫെറം, Fe അത് അയേൺ മെറ്റലാണെന്ന് നമുക്കറിയാം. ദെൻ
മെർക്കുറി ഒരു ലിക്വിഡ് മെറ്റലാണ് നമുക്കറിയാം, ഹൈഡ്രോജൻ HG. ദെൻ പ്ലാറ്റിനം ഉണ്ട്, PT പ്ലാറ്റിനം. ദെൻ സിൽവർ ഉണ്ട്, അർജൻറ്റം AG. ദെൻ സിങ്ക് ഉണ്ട്, ZN. കണ്ടു. സോ ഇവിടെ ഒരുപാട് മെറ്റൽസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതുണ്ട്. അത് മാത്രമല്ല ഇതിൽ കാണുന്ന ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാതും മെറ്റൽസ് ആണ്. ഓക്കെ, സോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ മെറ്റൽസ്. ആ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ കെമിസ്ട്രി ലാബിൽ പോയി നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്, ഭയങ്കര കളർഫുള്ളാണ്. അവിടെ നമ്മൾ ഓരോ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമ്പോഴും ഞാനൊക്കെ എൻ്റെ കെമിസ്ട്രി പഠിക്കുന്ന കാലത്തൊക്കെ കെമിസ്ട്രി ലാബിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സ്, ഓരോ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന സമയത്തും നല്ല നല്ല വെറൈറ്റി കളേഴ്സ് കിട്ടാറുണ്ട്. സോ നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫുൾ കളർഫുള്ളാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ നോക്കൂ, എന്ത് ഭംഗിയുള്ള കളേഴ്സാണ്. ഇതെല്ലാം കെമിസ്ട്രിയിലുള്ള കെമിക്കൽസ് കൊണ്ട്, എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ കോമ്പൗണ്ട്സ്, അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ കളറുകളാണ് കേട്ടോ. സോ ഇവിടെ ഏത് എലമെൻറ്റ്സ് ആണ് ഈ കളേർഡ് കോമ്പൗണ്ട് തരുന്നതെന്ന് അറിയണ്ടേ നമുക്ക്? ഇവിടെ നോക്കൂ, ഇവിടെ ഓരോ ബീക്കറിൽ ഓരോ വളരെ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഇല്ലേ? സോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് ഈ കളേർഡ് കോമ്പൗണ്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ കണ്ട 3 to 12 ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണ് കളേർഡ് കോമ്പൗണ്ട്സ് തരുന്നത്. സോ നമുക്ക് ലെറ്റ്സ് സീ സം കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. നമുക്ക് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് കോമ്പൗണ്ട്സിനെ പരിചയപ്പെടാം. കുറച്ച് കളേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ കാണാൻ? ഓക്കെ, ഫസ്റ്റ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കണ്ടിട്ടുണ്ടോ? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഓർത്ത് വെക്കണം. കണ്ടോ, ഇതാണ് കോപ്പർ സൾഫേറ്റിൻ്റെ പൗഡർ. ഒരു പെയിൽ ബ്ലൂ കളറാണ് അല്ലേ, നല്ല ബ്ലൂയിഷ് കളറുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനൊരു ചെറിയൊരു പിഞ്ചെടുത്തിട്ട് സ്പാച്ചുല ഉപയോഗിച്ച് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. കണ്ടോ, അതിൽ എന്താ നന്നായി ഒന്ന് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള കളറിലുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കിട്ടും. കണ്ടോ, വളരെ കളർഫുള്ളായിട്ടുള്ളത്. ഈ കോപ്പർ എന്നുള്ളത്, കോപ്പർ സൾഫേറ്റിൽ കോപ്പർ അതെവിടെയാണ്? ട്രാൻസിഷൻ എലമെൻ്റാണ്. കോപ്പർ ട്രാൻസിഷൻ എലമെൻറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് കാണാം, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. നമുക്കറിയാം പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഈ ഒരു വയലറ്റ് കളറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. 8th സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ പരിചയപ്പെട്ടിട്ടാണ്. അതുപോലെ അത് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ള് വയലറ്റ് കളറാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെതാണ് ഈ ഒരു കളറ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, വയലറ്റ് കളർ. യെസ്, ഇത് പൊട്ടാസ്യം പെർമാഗ്നേറ്റിൽ ഈ മാംഗനീസ് Mn എന്നുള്ളത് ആണ് ഈ ഒരു കളറ് തരാൻ കാരണം, മാംഗനീസ്. ഓക്കെ, മാംഗനീസ് എന്നുള്ളത് ട്രാൻസിഷൻ എലമെൻറ്റിലാണ് കിടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. ഇതാണ് ഫെറസ് സൾഫേറ്റ് പൗഡറാണ് കേട്ടോ. ഇത് നോക്കൂ, അതൊന്ന് അതിൻ്റെ സൊല്യൂഷൻ്റെ കളർ നോക്കൂ, ഒരു പെയിൽ ഗ്രീൻ കളർ കാണുന്നില്ലേ? ഇത് നല്ല കളർഫുള്ളാണ്, നല്ല ഭംഗിയുള്ള കളറുകൾ. ദെൻ ഈ ഫെറസ് സൾഫേറ്റിൽ Fe, ഫെറം എന്നുള്ളത് അയേൺ എന്നുള്ളത് ട്രാൻസിഷൻ എലമെൻറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് ഈ കളേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നല്ല അടിപൊളി കളർ നമുക്ക് കാണാം. നെക്സ്റ്റ് അമോണിയം ഡൈക്രോമേറ്റ്. അമോണിയം ഡൈക്രോമേറ്റ് നോക്കൂ, ഓറഞ്ച് കളറിൽ. അതിൻ്റെ സൊല്യൂഷൻ നോക്കൂ, ഓറഞ്ച് കളറാണ് അമോണിയം ഡൈക്രോമേറ്റിന്. ഇവിടെ ഈ ഓറഞ്ച് കളർ തരുന്നത് ക്രോമിയം. ക്രോമിയം എന്ന എലമെൻ്റാണ് ഈ ഓറഞ്ച് കളർ തരുന്നത്. അത് എവിടെയാണുള്ളത്? ക്രോമിയം ട്രാൻസിഷൻ എലമെൻറ്റിലാണ് കേട്ടോ. ഇനി കളർഫുള്ളായ എലമെൻറ്റ്സ് മാത്രമല്ല ഉള്ളത്, ചില എലമെൻറ്റ്സ് കളേർഡ് അല്ലാത്ത, കളർ തരാത്ത കോമ്പൗണ്ട്സും എലമെൻറ്റ്സും ഉണ്ട്. യെസ്, അതിലൊന്നാണ് സിങ്ക്. സിങ്ക് സൾഫേറ്റിൻ്റെ പൗഡറാണിത്. അത് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കണ്ടോ, ഇതിന് ഒരു കളറും ഇല്ല,
സോ കളർലെസ് ആണ് സിങ്ക് സൾഫേറ്റ്. ഈ സിങ്ക് സൾഫേറ്റിൽ സിങ്ക് എന്നുള്ളത് എവിടെയുള്ളത് എലമെൻ്റാണ്, ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ പെടുന്ന ഒരു എലമെൻ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ഇതേതായിരുന്നു ബ്ലൂ കളർ തരുന്നത്? യെസ്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമുക്ക് നോക്കാം, ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പറാണ് ബ്ലൂ തരുന്നത്. ദെൻ പെർമാംഗനേറ്റിൽ, പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ മാംഗനീസ് ആണ്. ദെൻ ഈ ഗ്രീൻ കളർ തരുന്നത് ഫെറം അയേൺ. ദെൻ ഓറഞ്ച് കളർ തരുന്നത് ഏതായിരുന്നു? ക്രോമിയം. ദെൻ കളറിലില്ലാത്തത് സിങ്ക് ആയിരുന്നു. ദെൻ കണ്ടോ, ബ്ലൂ കളർ തരുന്നത് കോപ്പർ, മാംഗനീസ്, വൈറ്റ് തരുന്നു. ദെൻ അയേൺ, Fe ഗ്രീനിഷ് കളർ തരുന്നുണ്ട്. ക്രോമിയം ഒരു ഓറഞ്ച് കളർ തരുന്നുണ്ട്. ദെൻ സിങ്ക് കളർലെസ് ആണ്. ഇനി ഇവർ ട്രാൻസിഷൻ എലമെൻറ്റ്സിലാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പർ എവിടെയുള്ളത്? കോപ്പറിൻ്റെ സിമ്പിൾ എന്താ? Cu. കണ്ടോ, അത് ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. ദെൻ മാംഗനീസ് എവിടെയുള്ളത്? ഇതേ കിടക്കുന്നു മാംഗനീസ്, അത് ട്രാൻസിഷൻ എലമെൻറ്റിലാണ്. ദെൻ അയൺ Fe ഇതേ ഇവിടെ ഉണ്ട്, ട്രാൻസിഷൻ എലമെൻറ്റിലാണുള്ളത്. ദെൻ ക്രോമിയം Cr എവിടെ Cr ഉള്ളത്? യെസ്, ഇവിടെ ഉണ്ട്, അതും ട്രാൻസിഷൻ എലമെൻറ്റിലാണ്. ദെൻ സിങ്ക് എവിടെ? അതെ ഇവിടെ ഉണ്ട്. ദെൻ ഇതും ട്രാൻസിഷൻ എലമെൻ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒട്ടുമിക്ക ട്രാൻസിഷൻ എലമെൻറ്റിലുള്ള എലമെൻറ്റ്സ് കളേർഡ് കോമ്പൗണ്ട്സ് തരുന്നു, സിങ്ക് ഒഴികെ ബാക്കി ഒട്ടുമിക്ക നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും കളേർഡ് കോമ്പൗണ്ട്സ് തരുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ എലമെൻറ്റ്സും കളേർഡ് കോമ്പൗണ്ട്സ് തരുന്നുണ്ട്. സോ ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളേർഡ് ആയിട്ടുള്ള, വളരെ കളർഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് തരുന്നുണ്ട് നമുക്ക്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ മെറ്റൽസ്. ആദ്യം നമ്മൾ പഠിച്ചു ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാതും മെറ്റൽസ് ആണെന്ന്. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് അവർ ഫോം ചെയ്യുന്നുണ്ട്. ഓരോ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴും വളരെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ദേ ഷോ സിമിലാരിറ്റീസ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ഇൻ എ പീരീഡ്. നമ്മൾ എന്താ പഠിച്ചത്? മൻഡലീഫും അതുപോലെ ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എന്താ നമ്മൾ പഠിച്ചിരുന്നത്? ഓരോ ഗ്രൂപ്പുകളിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് പ്രോപ്പർട്ടീസിന്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റ്സും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അതുപോലെ സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും അങ്ങനെ 18th വരെയുള്ള ഓരോ ഗ്രൂപ്പുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ആ ഓരോ ഗ്രൂപ്പുകളിലും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് അവർ കാണിക്കുന്നുണ്ട്. സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റ്സും ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിലും തേർഡ് ഗ്രൂപ്പിലും. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. പക്ഷേ ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എങ്ങനെയാണെന്നറിയോ? ഗ്രൂപ്പുകളിൽ മാത്രമല്ല, ഇങ്ങനെ ഗ്രൂപ്പുകൾ എടുത്താൽ മാത്രമല്ല, ഈ പീരീഡുകൾ എടുത്താൽ, ഇപ്പോൾ തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ് എടുക്കുകയാണെങ്കിൽ ഒരേ പ്രോപ്പർട്ടിയാണ് എല്ലാ എലമെൻറ്റ്സിനും. ഫിഫ്ത്ത് പീരീഡ് എടുക്കുകയാണെങ്കിൽ എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആണ്, എല്ലാ എലമെൻറ്റ്സിനും സെയിം പ്രോപ്പർട്ടീസാണ്. അതുപോലെ ഒരു പീരീഡ് വൈസും പ്രോപ്പർട്ടീസ് സെയിം കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് മാത്രമല്ല, പീരീഡിലും പ്രോപ്പർട്ടീസ് സെയിം കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. സോ ഇന്നത്തെ ക്ലാസ് വളരെ കളർഫുൾ ആയിരുന്നു. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.